വന്നുപോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ നമ്മുടെ അഖിൽ മാരാർ അറിയാലോ, കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള വ്യക്തി ഇപ്പോ ബിഗ് ബോസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലെ. പുള്ളിക്കാരൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് അത് വൈറലായി മാറിയത്. അത് വൻ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാനുള്ളത് തുറന്നു പറയും, എനിക്കാരെയും പേടിയില്ല എന്നുള്ളൊരു ടൈറ്റിലാണ് പുള്ളിക്കാരൻ ഈ വീഡിയോ ചെയ്തത് അല്ലെ. ഈ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണ്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായേനെ, പക്ഷെ എനിക്കത് വേണ്ട. ഒരു പക്ഷെ ഞാനിത് തുറന്ന് പറയുന്നത് കാരണമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, ഞാനതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഡിസ്ക്ലൈമർ ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കണം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരിക്കേണ്ടത്. എന്തായാലും നമുക്ക് ഇവിടെ അഖിൽ മാരാറിൽ എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാളികൾ നടത്തിയ നെറുകെടുതിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ 4 തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നുപോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ആ കോൺട്രാക്ടിനോട് ഒരു നീതി പുലർത്തണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പല നെറുകേടുകൾ കണ്ടിട്ടും ഇത്രയും കാര്യം മിണ്ടാതിരിക്കുകയായിരുന്നു എന്നതാണ് അഖിൽ മാരാർ പറഞ്ഞു വെച്ചത് അല്ലെ. അതിന് കാരണമായിട്ട് പറഞ്ഞത് ബിഗ് ബോസുമായിട്ടുള്ള തന്റെ കോൺട്രാക്റ്റും പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് അല്ലെ. എന്തൊക്കെയാലും അതെല്ലാം അവസാനിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പുള്ളിക്കാരൻ ആരോപിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച പുറത്തായി സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അറിയാലോ, വളരെ നല്ല രീതിയിൽ നല്ല ഫാൻ ബേസ് ഒക്കെ കിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ത് സംഭവിച്ചു, ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്തോ പ്രൊവോക്കിംഗ് ആയി സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ നടുവിരൽ ഉയർത്തി കാണിച്ചു. അത് കാരണമായി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും ഡിസേവിംഗ് ആകുന്നതിന് മുകളിൽ ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ഇടിച്ച് താഴ്ത്തുന്ന രീതിയിലായിരുന്നു അന്ന് ലാലേട്ടൻ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അത് അവനെ മാനസികമായിട്ട് ബാധിക്കുകയും അവൻ മെന്റലി ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോവുകയും പിന്നീട് അവൻ അത് ഷോയിൽ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുറത്തു പോയ സിബിനെ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കാൻ ബിഗ് ബോസ് ഷോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അതിനെക്കുറിച്ച് അഖിൽ മാരാർ പിന്നീട് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ അതിന് കൂടുതൽ അടുത്ത അലിഗേഷൻ എന്താ, ബിഗ് ബോസിലെ സ്ത്രീകളായിട്ടുള്ള പല മത്സരാർത്ഥികളും പലരുമായി കിടപ്പറ പങ്കിട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നുള്ളത് അല്ലെ. അതിനെ കോട്ട് ചെയ്യാനാകും ഒരുപക്ഷെ അഖിൽ മാരാർ പല സ്ത്രീകളെയും അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ കിട്ടുന്ന വരുമാനത്തിന് പലർക്കും ക്യാഷ് ഓഫർ ചെയ്തിട്ടാണ് വേറെ ചിലർ കയറി വന്നത് അല്ലെ. നമ്മൾ ഈ കോളേജിലൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ കയറുന്ന പോലെ. എന്തായാലും ചില്ലറ ആരോപണങ്ങളല്ല ഇവിടെ അഖിൽ മാരാർ ഉന്നയിച്ചിട്ടുള്ളത്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്. ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്രയും ഉന്നയിച്ച സ്ഥിതിക്ക് അതിന്റെ സത്യം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പല പെൺകുട്ടികളും ഇന്ന് കാണുന്ന നിലയിലുള്ള ആക്ട്രസൊക്കെ ആയി മാറിയത് പലരുമായി കിടപ്പറ പങ്കിട്ടിട്ടാണ് എന്നുള്ളത്. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം. എന്തായാലും ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ സിബിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അത് ഇതിനേക്കാളും ഗുരുതരമായിട്ടാണ് പറയുന്നത്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ, അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ 4 തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല.
ഓക്കെ, അപ്പൊ അതാണ് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഡിപ്രഷനുള്ള ഡ്രഗ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സിബിൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം എന്നുള്ളതാണ്. ഡ്രഗിന്റെ അംശം ശരീരത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഡിപ്രഷന്റെ ഡ്രഗിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ സിബിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ 2 ദിവസം മുന്നേ സിബിൻ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വരുന്ന സമയത്ത് മീഡിയാസ് ചോദിച്ചപ്പോൾ സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും സ്വമേധയാ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിച്ച് വന്നതുമല്ല. പിന്നെ സംഭവിച്ചെന്താണ്, ഞാൻ മെന്റലി ഡൗൺ ആയ സമയത്ത് എനിക്ക് 2 ദിവസം ആ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ വൈദ്യസഹായം തേടിയത്. അങ്ങനെ അവർ 2 ദിവസം എന്നെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തി. അതിനുശേഷം തിരിച്ചു കയറാൻ നിൽക്കവെയാണ് അവരെന്നോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നത്. അവരെന്നെ പുറത്താക്കിയതാണെന്നുള്ള രീതിയിൽ അല്ലെ. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പറയുന്നില്ല എന്നുള്ള രീതി. അപ്പൊ അന്ന് സിബിൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നല്ലൊരു ചേർച്ച തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയോ ഇതിന് പിന്നിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും തുടർന്ന് ചില കാര്യങ്ങൾ അഖിൽമാരാർ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത്, ഒരു ചെറുപ്പക്കാരൻ ആ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തികൾ ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത്? നീ ഇത്ര ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്തത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട്, എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മി നോക്കി, ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവിടെ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കും എന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ, അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികളുണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അതന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചും അഖിൽമാരോട് പറയാനുള്ളത്. ഇങ്ങനെ വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലുപരി ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് തുറന്നു കാണിക്കണം. ഏതൊക്കെയോ 2 പേരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണല്ലോ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത്. ആ 2 പേരെങ്കിൽ തുറന്നു കാണിച്ചേക്ക്, പ്രശ്നമോട് തീർന്നില്ലേ? ഇത്രയും പറഞ്ഞവരൊക്കെ 2 പേര് പറയാനാണ് ഇത്ര പ്രശ്നം. എന്തായാലും അഖിൽമാരാർ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാം, ഈ ഷോ കൃത്യമായി ഓഡിറ്റിംഗ് ഉണ്ട് അല്ലെ. അതായത് ജനങ്ങളുടെ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വിജയെ പ്രഖ്യാപിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ അഖിൽമാരാർ പറഞ്ഞു കേട്ടില്ല, ഫസ്റ്റ് സീസണിൽ പേളിമാനെ വിജയിപ്പിക്കാനായിരുന്നു ഷോയുടെ അധികൃതർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിജയിച്ചത് ആരാണ്? സാബുമോനാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് ആണ് ഇവിടെ വിജയി പ്രഖ്യാപിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ. അതൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ വിചാരിച്ച വോട്ടിങ്ങിനൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ വോട്ട് അധികം ചെയ്യാൻ പോകില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി തൊട്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങണം അല്ലെ. എന്തായാലും ഇനി ലാലേട്ടനെ കുറിച്ചൊക്കെ അഖിൽമാരാർ എന്തൊക്കെയോ ബാക്കി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യനെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിനക്കൊക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാർ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും, നീ ഒന്നും പേടിച്ച് ചിന്തിക്കുക വേണ്ട. നാർത്തരം കാണിച്ചിട്ടോ നിന്റെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന നാർത്തരമാണെന്ന്. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി അല്ലല്ലോ, അവരുടെ കൈവച്ചിരുന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ്, അതിൽ അങ്ങനെ സംസാരിക്കരുത്, അതിൽ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. ഓക്കെ. പിന്നെ ഈ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ തോന്നലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം പലപ്പോഴും ലാലേട്ടൻ എപ്പിസോഡ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ, ചില മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ഊളത്തരങ്ങൾ കാണിച്ചാലും ലാലേട്ടൻ അങ്ങ് കണ്ണടിക്കുന്നുള്ളതാണ്, അവരങ്ങ് ഉപദേശിച്ച് അവിടെ ഇരുത്തുന്നുള്ളതാണ്. എന്നാൽ വേറെ ചില മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി, ലാലേട്ടൻ അങ്ങ് ചീത്ത പറഞ്ഞ് അവരെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അതിനൊരു കൃത്യമായ ഇരയായിരുന്നു സിബിൻ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്നുള്ളത്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്നത് വെറും ഒരു ആങ്കർ റോൾ മാത്രമാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസിലെ പിന്നണി പ്രവർത്തകരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ലാലേട്ടൻ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അതിന് ലാലേട്ടന് കുറച്ച് കോടികൾ ശമ്പളം കൊടുക്കുന്നു. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഇതിപ്പോൾ ആരോപണം ഉന്നയിച്ചത് അഖിൽമാരാറാണ്.
കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ വിന്നറാണ്. വേറെ ആരെങ്കിലും ആണെങ്കിലും പറഞ്ഞത് എങ്കിൽ ഇവർ ഏതാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അഖിൽമാരാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇതിന്റെ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. പുറത്തു വരുന്ന പക്ഷം അഖിൽമാരാർ ഉന്നയിച്ചതൊക്കെ ശരിയാണെങ്കിൽ ഷോ നശിപ്പിക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകളെ പുറത്താക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഷോ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്രക്കും ഫാൻ ബേസ് ഉള്ള ഒരു ഷോ ആണിത്. പകരം നല്ലൊരു ഷോ ആകേണ്ടിയിരുന്ന ഈ ഷോനെ നശിപ്പിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കുക, നല്ല രീതിയിൽ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.